ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചോ. എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ വളരെ സങ്കടപരമായ ഒരു അഭിപ്രായമാണ്. ഇരിക്കുകയും തുറ പറയുകയും പച്ചർച്ചി തിന്നുകയും ആഗോളവൽക്കരണത്തിന് വേണ്ടി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഈ സമ്പ്രദായത്തില് നമ്മുടെ സീറ്റ് പോയതിൽ വളരെ ഞാൻ പ്രവാസികളായതുകൊണ്ടാണോ ഞങ്ങളുടെ ക്രൂരത? ഞാൻ ശക്തമായി ചോദിച്ചു പോവുകയാണ്. ഞങ്ങൾ പ്രവാസികളായത് കൊണ്ടാണ്. ഞാൻ ഊന്നി ചൂണ്ടിക്കാട്ടുകയാണ്. അതാണ് ഊന്നി ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ പറഞ്ഞോ, ഇനി നമ്മൾ നേതാവായ ശ്രീബു എന്താ പറയുള്ളത്? വളരെ പൈശാചിക മൃഗീയമായ രീതിയിലാണ് ഈ കാണിച്ചത്. കഷ്ടായിപ്പാടാ. ആസാമിൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവില്ല. ഇത്രയും മൃഗീയമായിട്ട് ഇത് കാട്ടിയിട്ടോ. കള്ള പന്നികള്. സ്യാവ് നിറവിച്ചു നോക്കിയാ കണ്ണീര്. ഇവിടെ നിറവിച്ചാ സാറല്ല, നമുക്ക് കണ്ടാകുമ്പോ കെട്ടിപ്പൊടുക്കുക. ക്യാമറമാൻ ഇരിക്കണ ശരിയല്ല. അത് നമ്മൾ ചെയ്ത് പറ്റ ചട്ടത്തറ പേരാണ്. അതിനോട് ഒരു തൈമ്പറ്റ വാങ്ങിക്കൊണ്ട് നമുക്ക് സിമെന്റ് ഒക്കെ വാങ്ങിയാണ്ട് നമുക്ക് ശരിയാക്കാം. ചെക്കന്മാരുണ്ടാക്കിയതിനേക്കാൾ ആദ്യം കുറച്ചൊന്ന് പുരോഗമിച്ചപ്പോലെ അങ്ങനെ ആക്കിയതാണ്. ചെയ്ത് ഭയങ്കര കുറവായിട്ടോ. കടക്കണ കടപ്പ് കണ്ടാ കല്ലിന്റെ സങ്കടം തന്നെടാ. എന്തൊക്കെ ബഹളായിരുന്നു, എന്തൊക്കെ ബഹളായിരുന്നു. നമുക്ക് പഴയ കല്ലുമ്പോ പോയിരിക്കാം. ഏതായാലും അത് ആരെടുത്തോണ്ടൂല, അത് ആരെടുത്തോണ്ടോ അവരെ കുറ്റം പറയാൻ പഴയ കല്ലിന്റെ അടുത്തേക്ക് ക്യാമറമാൻ പുതിയ ക്യാമ്പിലേക്ക് ഞങ്ങൾ ക്യാമറമാൻ ഹബീബിനോടൊപ്പം വിനോയും കടന്ന് ലാൻഡ് ക്രൂയിസറും കടന്നു അടുത്ത കല്ലുമ്മലെത്താൻ പോവുകയാണ്. ഇതാണ് ഇനി ആശ്രയം, ഏക ആശ്രയം ഇതാണ്. ഇനി പോലെ ഈ കല്ല് വേണം നമുക്ക് ചരിത്രം കുറിക്കാൻ. ഇതിന്റെ ISI മുദ്ര ഉള്ളതാണ്, ആരും എടുത്തുകൊണ്ടുപോകില്ല. ഇന്ത്യന്റെ ISI മുദ്രയാണ്. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. അതാണ് ഈ കല്ല്, മീസാൻ കല്ല് സ്ഥലമാണ്. ഇതിനെ മറന്നിട്ട് നമ്മൾ അങ്ങോട്ട് വലിയ വലിയ മാളി ഇറക്കി പോയത്. പക്ഷെ അതും പോയി ഇതും പോയി, ഇത് അവസ്ഥയിലായി. ഈ കല്ലിതാ, ഇത് നമുക്ക് കൂട്ടി ഒഴിപ്പിക്കണം. ചെറിയ കുട്ടികൾക്കുള്ള ആ കല്ല് എന്ത് നിന്റെ കല്ലാണ്. ക്യാമറമാൻ C7 റിപ്പോർട്ട്. മറ്റേ ബെന്നമാര് 6 നമ്പറിന്റെ മുതലിങ്ങനെ കൂടെ കയ്യേറ്റ് പള്ളി എടുക്കും, പള്ളിന്റെ മുന്നേറെ ഫേസ്ബുക്കിൽ കാര്യത്തിൽ